എന്തുകൊണ്ട് തോറ്റുവെന്നതിൽ CPIM-ലും CPI-യിലും ചർച്ച തുടരുന്നു. പരാജയ കാരണങ്ങൾ സംബന്ധിച്ച തുറന്ന ചർച്ചയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടക്കാൻ പോകുന്നത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി എത്തുമോ എന്നതിലും തീരുമാനമുണ്ടാകും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. CPIM-ന് കനത്ത പ്രഹരമേകിയ തളിപ്പറമ്പിലെ വിജയത്തിന് പിന്നാലെ TK ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തി. അജീഷ് ജയകുമാർ കോടിയേരി ബാലകൃഷ്ണന്റെ വസതിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അജീഷ്, TK ഗോവിന്ദനെ തള്ളാതെയുള്ള പ്രതികരണമാണ് കോടിയേരിയുടെ വീട്ടിൽ നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. കഴിഞ്ഞ ദിവസം ബിനീഷ് കോടിയേരിയുടെ അടക്കം ഫേസ്ബുക്ക് പോസ്റ്റുകളും സമാനമായ നിലയിൽ തന്നെയായിരുന്നു. വലിയ പ്രതിസന്ധി തെരഞ്ഞെടുപ്പിന് പിന്നാലെ നേതൃത്വം നേരിടുന്നു എന്നതിന്റെ സൂചനകൾ കൂടിയായി ഇത് മാറുന്നുണ്ടല്ലേ? ഉറപ്പായിട്ടും. കാരണം TK ഗോവിന്ദൻ ഈ പാർട്ടി വിട്ടു പോയതിനു ശേഷം, തളിപ്പറമ്പിൽ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് കോടിയേരിയുടെ വീട്ടിലെത്തുന്നത്. ഇതിന് പല രാഷ്ട്രീയ മാനങ്ങളുമുണ്ട്. അദ്ദേഹം വ്യക്തിപരമായ സന്ദർശനം എന്ന് പറയുമ്പോൾ പോലും പല കാര്യങ്ങളും ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് അദ്ദേഹം TK ഗോവിന്ദനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സ്വീകരിച്ചത്. ഇവിടുത്തെ മ്യൂസിയത്തിലടക്കം അദ്ദേഹം സന്ദർശനം നടത്തി ഒരുപാട് നേരം സൗഹൃദ സംഭാഷണം നടത്തിയിരുന്നു. TK ഗോവിന്ദനെ തള്ളാതെയുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമുള്ളതും. ഏറെ നേരം ഇവിടെ ചെലവഴിച്ച ശേഷമാണ് TK ഗോവിന്ദൻ ഇവിടെ നിന്ന് മടങ്ങിയത് പോലും. എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുമ്പോൾ TK ഗോവിന്ദൻ വർഗവഞ്ചകൻ എന്നാണ് ഈ TK ഗോവിന്ദൻ പാർട്ടിക്ക് പുറത്തു പോയതിനു ശേഷം സംസ്ഥാന സെക്രട്ടറി മാത്രമല്ല കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ അടക്കം പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു നേതാവാണ് കോടിയേരിയുടെ വീട്ടിൽ ഈ ജയിച്ച ശേഷം തളിപ്പറമ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ശേഷം സന്ദർശനം നടത്തിയത്. നമുക്ക് ഈ മകനുണ്ട്, ബിനീഷ് കോടിയേരി ഉണ്ട്, അദ്ദേഹത്തിനോട് സംസാരിക്കാം. അതൊരു രാഷ്ട്രീയമില്ല. മാഷ് വന്നിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ട് ഞങ്ങളുടെ തോന്നുന്നു രാഷ്ട്രീയമല്ല സംസാരിച്ചത്. അച്ഛനുമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പം ഇലക്ഷന് മുമ്പ് മാഷ് ഇവിടെ വന്നില്ലല്ലോ. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം അച്ഛൻ മാഷിനോട് വരണമെന്ന് തോന്നി. മാഷ് വന്നു, ഞങ്ങളെ കണ്ടു, സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊന്നുമില്ല. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുൻപേ ഈ പാർട്ടി പുറത്തു പോകുന്ന സമയത്തൊക്കെ പാർട്ടി നേതാക്കൾ, കണ്ണൂരിൽ നിന്നുള്ള മുതൽ നേതാക്കളടക്കം പറഞ്ഞ് അദ്ദേഹം വർഗവഞ്ചകനാണ്, അദ്ദേഹം എടുത്ത സമീപനം ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള എന്താണ് ഒരു അഭിപ്രായം? അത് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. അതെങ്ങനെ പറയാൻ പറ്റുന്നത്? അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും. ഞാൻ ഈ പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ പാർട്ടി കുടുംബമല്ലേ. അപ്പോൾ പാർട്ടിക്ക് അത്തരത്തിലുള്ളൊരു അഭിപ്രായം ആണ് പാർട്ടി നിലപാട് പറഞ്ഞിട്ടുള്ളത്. ആ നിലപാടിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. വ്യക്തിപരമായിട്ടുള്ള സന്ദർശനമായിരുന്നു അത്. അതിനെ അങ്ങനെ കാണാവുള്ളൂ. ഞങ്ങൾ ഈ പറയുന്ന ഞാൻ ഗോവിന്ദൻ മാഷ് എന്നെ എടുത്തു നടന്നിട്ട് ഒരാളല്ലേ. എത്രമാത്രം ഞങ്ങൾ ഫാമിലിയുമായിട്ട് ബന്ധമുള്ള ആളുകളാണ്, എത്രമാത്രം ഞങ്ങൾ ഒരുമിച്ച് പറയുന്ന കുടുംബങ്ങളായിട്ട് ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ ആ ബന്ധമുള്ള ആളുകൾ ഇത്തരത്തിലുള്ളൊരു നിലപാട് മാഷെടുത്തു. ഞങ്ങൾ ആ നിലപാടിൻ്റെ കൂടെ യോജിക്കുന്നില്ലല്ലോ. ഞങ്ങൾ മാഷ് സഞ്ചരിക്കുന്ന ഈ കോടിയേരിയെ കാണാൻ വന്നിട്ടുള്ള കോടിയേരിയുടെ വീട്ടിൽ മകനെയും ഭാര്യേനെയും കാണാൻ വന്നു. അതൊരു തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു സന്ദർശനം മാത്രമായിട്ടാണല്ലോ അതിനെ കാണേണ്ടത്. അല്ലാണ്ട് മാഷെടുക്കുന്ന നിലപാടുകളിലൂടെ ഞങ്ങൾ യോജിപ്പുണ്ടോ? അതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമല്ലല്ലോ. അത് പാർട്ടി ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടി കുടുംബമാണ്. ഞങ്ങൾ ആ പാർട്ടി കുടുംബത്തോടൊപ്പമല്ലേ പോകുന്നത്. TK ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോൾ കോടിയേരി ആയിരുന്നു സംസ്ഥാന സെക്രട്ടറിക്ക് പാർട്ടിക്ക് കണ്ണൂരിലും പ്രത്യേക സംസ്ഥാനത്തൊക്കെ ഈ ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു. അല്ല, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണല്ലോ. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണല്ലോ. ഈ പാർട്ടി നിലവിലെ നേതൃത്വത്തിന് എന്തെങ്കിലും മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അതിനങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ഈ പറയുന്ന പോലെ ഒരു ഇലക്ഷനിൽ ഞങ്ങൾ തോറ്റു, അല്ലെങ്കിൽ അപ്പോൾ തോറ്റ് ഇപ്പം നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. ഈ ഇലക്ഷനിൽ ഒരു വിജയം സമ്മാനിച്ച ഒരു നേതൃത്വമായിരുന്നു ഇതെങ്കിൽ ഈ നേതൃത്വത്തെ ആരെങ്കിലും ഇങ്ങനെ പറയുമോ? അപ്പം ഇത്തരത്തിലുള്ള നേതൃത്വത്തിൽ ഇലക്ഷൻ നേരിട്ടപ്പോൾ ഒരു പരാജയം സംഭവിച്ചു. ആ പരാജയത്തെ കറക്ഷൻ മെത്തേഡിലൂടെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പാർട്ടി രീതി. ആ പാർട്ടി രീതിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇവിടെ TK ഗോവിന്ദൻ വന്നു, പാർട്ടി വർഗവഞ്ചകനെന്ന് വിളിച്ചു. എന്തായാലും അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞത് വ്യക്തിപരമായ ഒരു സന്ദർശനമായിരുന്നു. ഇനി ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ കൂടിയുണ്ട്. എന്തായാലും എന്തായാലും TK ഗോവിന്ദൻ വിജയിച്ച ശേഷം കോടിയേരിയുടെ വീട്ടിലെത്തിയിരുന്നു. എന്തായിരുന്നു സന്ദർശനത്തിന്റെ ഉദ്ദേശം? അദ്ദേഹം ആദ്യമേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നേ. ഞാൻ TV-യിലും കാണുന്ന കുറവാണെങ്കിൽ അതിൽ ഞാൻ ആദ്യം പറഞ്ഞേക്കാം. ഗോവിന്ദ മാഷ് ആദ്യം പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ല എന്ന്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതായിരിക്കാം. അങ്ങനെ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. കോടിയേരി ഉണ്ടെങ്കിൽ ഇങ്ങനെ ആവില്ല. അത് ആ പറയുന്ന ആൾക്കാരും പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടത്. അതിലോട്ടൊന്നും കടക്കാൻ ഞാൻ ആളല്ല. ഇപ്പം ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. പിന്നെ എൻ്റെ വീട്ടിൽ വരുന്ന ആളെ സ്വീകരിക്കുന്നത് അത് എൻ്റെയും കുട്ടികളുടെ ഇഷ്ടമാണ്.
ആരെൻ്റെ വീട്ടിൽ വന്നാലും ഞാൻ സ്നേഹത്തോടെ സ്വീകരിക്കും. അതിലൊരു കുറ്റവും ഞാൻ കാണുന്നില്ല. ടി.കെ. ഗോവിന്ദനുമായിട്ട് വ്യക്തിപരമായിട്ട് നേരത്തെ അടുപ്പമുണ്ട്, വളരെ അടുപ്പമുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്ത കൊണ്ടായിരിക്കാം ഈ പ്രശ്നം വന്നത്. ഞാൻ പറയല്ലേ, ഒരടുപ്പം ഞാൻ പറയുന്നത്, ഞാൻ എന്നെ ചെറുതായിട്ടൊന്ന് സ്നേഹത്തോടെ നോക്കിയ ഒരാളെ മറക്കാത്ത ആളാണ്. അതാണ് എൻ്റെ സ്വഭാവം. ആളുകൾ എന്ത് പറയുന്നു എൻ്റെ സ്വഭാവത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഐ ഡോണ്ട് കെയർ. ഞാൻ പറഞ്ഞത് ഞാനതൊന്നും മൈൻഡ് ചെയ്യില്ല. എൻ്റെ ശരി, എൻ്റെ ബോധ്യം അതാണ്. ടി.കെ. ഗോവിന്ദൻ മാഷ മരുമകൻ ഒരു രാമേന്ദ്രൻ ഉണ്ടായിരുന്നു, ഡൽഹിയിലായിരുന്നു അയാൾ. എൻ്റെ മൂത്ത മകൻ ബിനോയ് ഡിഗ്രി കഴിഞ്ഞപ്പം ഒരു 6 മാസമോ 8 മാസം ഏതാണ്ട് ഒരു കൊല്ലത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ ഡൽഹിയിലായിരുന്നു. മനസ്സിലാ, ഞാൻ പെട്ടെന്ന് ഗോവിന്ദൻ മാഷ വന്ന് അതെല്ലാം മറക്കാൻ പറ്റുമോ? ഞാൻ ഒന്നും മറക്കില്ല. വേറെന്ന് പറഞ്ഞേക്കാം, ഞാൻ നല്ലതും ചീത്തയും മറക്കില്ല. അവൻ പറഞ്ഞേക്കാം. പാർട്ടി തള്ളിക്കളഞ്ഞ ഒരു വ്യക്തി കൂടിയാണ്. ഞാൻ തള്ളിയിട്ടില്ലല്ലോ. പാർട്ടി തള്ളിയോ എന്നത് എൻ്റെ വിഷയമല്ല. എൻ്റെ വീട്ടിൽ വരുന്ന ആളെ ഞാൻ വ്യക്തിപരമാണ്, തീർത്തും വ്യക്തിപരം, തികച്ചും വ്യക്തിപരം. ഞാൻ തള്ളേണ്ട കാര്യമില്ല. എന്നെയോ എൻ്റെ കുട്ടികളെയോ കാണാൻ സ്നേഹത്തോടെ ഒരാൾ വരുമ്പോൾ അത് ഇന്ന് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. ഈ തെരഞ്ഞെടുപ്പ് തോൽവി എങ്ങനെയാണ് കാണുന്നത്? തെരഞ്ഞെടുപ്പ് തോൽവി ശരിക്കും കുറച്ച് സങ്കടം വന്ന് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. കണ്ണൂരിൽ പലയിടങ്ങളിലും വലിയ വോട്ട് ചോദിച്ചു. അതൊന്നും പറയാൻ ഞാൻ ആളല്ല കേട്ടാ. ഞങ്ങൾക്കങ്ങനെ അത്ര വലിയ രാഷ്ട്രീയം പറയുന്നത് അത്ര വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനോട് വിയോജിച്ചുകൊണ്ടാണ് ടി.കെ. ഗോവിന്ദനൊക്കെ പുറത്തേക്ക് വരുന്നത്. അതായിരിക്കാം, അതെല്ലാം അവർ തമ്മിൽ തീർത്തോട്ടെ. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കില്ല. തീർത്തും വ്യക്തിപരമായിട്ടുള്ള ബന്ധം അത് നിർത്തിക്കൊണ്ടാണ് ടി.കെ. ഗോവിന്ദൻ കോടിയേരിയുടെ വീട്ടിൽ പയ്യന്നൂരിലായാലും തളിപ്പറമ്പിലായാലും ഈ പറഞ്ഞ ഗോവിന്ദനോടും കുഞ്ഞികൃഷ്ണനോടും ഒക്കെ അടുത്ത് നിന്ന ആളുകളോട്, പിന്തുണച്ച ആളുകളോടൊക്കെ പാർട്ടി ഒറ്റപ്പെടുത്തുകയും അവരുടെ വീടുകൾക്ക് കയറി ആക്രമണം നടത്തുന്നതൊക്കെ കാഴ്ചകൾ നമ്മൾ ആ സമയത്ത് കണ്ടതാണ്. ആ സമയത്ത് അവിടെ വ്യക്തിപരമായ സൗഹൃദങ്ങളില്ല. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ ടി.കെ. ഗോവിന്ദൻ കോടിയേരിയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ വ്യക്തിപരമായ സൗഹൃദമാകുന്നു, സംഭാഷണങ്ങളാകുന്നു. അതെ സുഖയിൽ, എന്തായാലും ഈ ടി.കെ. ഗോവിന്ദന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ടി.കെ. ഗോവിന്ദൻ ഈ പാർട്ടി വിട്ട് പുറത്ത് പോയതിന് ശേഷം അത് ഈ വിനോദിനിയും മകൻ ബിനീഷൊക്കെ പറഞ്ഞതുപോലെ ഈ അവരുമായിട്ട് പതിറ്റാണ്ടുകളുടെ വ്യക്തിബന്ധമുണ്ട്. ബിനീഷ് പറഞ്ഞത് എടുത്തുകൊണ്ട് നടന്നത് ടി.കെ. ഗോവിന്ദനൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ളൊരു ബന്ധമാണ്. അത് അവർ വീട്ടിലേക്ക് വരുമ്പോൾ സ്വീകരിക്കുകയല്ലാതെ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ചോദിക്കുന്നത്. മാത്രമല്ല ഇരുവരും സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ സജീവമല്ല, അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിക്കാറുണ്ടെങ്കിൽ പോലും സജീവമല്ല രാഷ്ട്രീയത്തിൽ. CPM-ന്റെ രാഷ്ട്രീയത്തിൽ പോലും ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ. സ്വാഭാവികമായിട്ടും അവർ ഒരു വീട്ടിൽ ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. എന്തായാലും പക്ഷേ പുറത്ത് ഇത് വലിയ രീതിയിൽ ഒരു ചർച്ചയാവുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് CPM-ന്റെ ഈ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അപജയത്തിലേക്ക് പാർട്ടി പോകില്ല എന്നുള്ളതൊക്കെ ഒരു അഭിപ്രായങ്ങൾ പല കോണിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കണ്ണൂരിൽ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം പലരും ഇത്തരത്തിലൊരു അഭിപ്രായം പറയുന്നുണ്ട്. മാത്രമല്ല ടി.കെ. ഗോവിന്ദൻ പുറത്തു പോയതിന് പിന്നാലെ MV ജയരാജൻ അടക്കം പറഞ്ഞത് അദ്ദേഹം വർഗ്ഗവഞ്ചകനാണ്, ഒറ്റുകാരനാണ് തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ ഉപയോഗിച്ചത്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കണ്ണൂരിൻ്റെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവിൻ്റെ വീട്ടിൽ അദ്ദേഹം വരുമ്പോൾ അത് ആ പാർട്ടിക്കകത്ത് പാർട്ടി അണികൾക്കിടയിൽ മറ്റൊരു സന്ദേശമാകും നൽകുക. എന്തായാലും കൂടുതൽ അണികൾക്കിടയിൽ വലിയ അമർഷവും വികാരമൊക്കെ നിലവിലെ പാർട്ടി നേതൃത്വത്തിനെതിരെ നിൽക്കുമ്പോഴാണ് ടി.കെ. ഗോവിന്ദൻ പാർട്ടി വിട്ട് പുറത്തുപോയ തളിപ്പറമ്പിൽ, പാർട്ടിയുടെ കോട്ടയായ തളിപ്പറമ്പ് പിടിച്ചടക്കിയ ടി.കെ. ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തുന്നത് ഒരു വ്യക്തിപരമായ ഒരു സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു എന്നുള്ളൊരു വിശദീകരണമാണ് ഇരുവരും നൽകുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. നേതൃത്വത്തെ വെല്ലുവിളിച്ചാണ് ടി.കെ. ഗോവിന്ദൻ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയത്. അതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം സ്വന്തമാക്കുന്നു. ശേഷം കോടിയേരിയുടെ വീട്ടിലെത്തുമ്പോൾ വലിയ സ്വീകരണം ആ വീട്ടിൽ നിന്ന് ലഭിക്കുന്നു. അത് വ്യക്തിപരം മാത്രം, അതിൽ രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് കോടിയേരിയുടെ കുടുംബാംഗങ്ങൾ പ്രതികരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.